കറക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ വൈകുന്നേരം ആവാറായി. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അച്ഛൻ വരാറായി. ഞാൻ വേഗം പോയി ഫ്രഷായിട്ട് ചായ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ച് റൂമിലേക്ക് പോയി. എല്ലാവരും ഫ്രഷ് ആവാനായി അവരവരുടെ റൂമിലേക്ക് പോയിരുന്നു. ഒരു കോൾ വന്നതുകൊണ്ട് ജിത്തു കോൾ ചെയ്തുകൊണ്ട് ബാൽക്കണിയിലേക്കാണ് പോയത്. കടൽ വെള്ളത്തിൽ കളിച്ചതുകൊണ്ട് പാൻറിൽ മണൽത്തരികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അഞ്ചു വേഗം ഓടി ബാത്റൂമിലേക്ക് കയറി. ഫ്രഷായി ഇറങ്ങിയപ്പോഴാണ് ഡ്രസ്സ് എടുക്കാതെയാണ് കയറിയത് എന്ന് അഞ്ചു ഓർത്തത്. ദൈവമേ, ഡ്രസ്സ് എടുക്കാതെയാണല്ലോ കയറിയത്. പുള്ളിക്കാരൻ എങ്ങാനും പുറത്തുണ്ടാകുമോ? ഞാൻ വാതിൽ ലോക്ക് ചെയ്തായിരുന്നു. ചെയ്തിട്ടുണ്ടാകും. അഞ്ചു പതിയെ തല പുറത്തേക്കിട്ട് നോക്കി. ആരെയും കാണാതായപ്പോൾ അഞ്ചു ബാർട്ടാവൽ ചുറ്റി പതിയെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ തന്നെയായിരുന്നു ജിത്തു വാതിൽ തുറന്ന് അകത്തേക്ക് വന്നതും. ജിത്തു പെട്ടെന്ന് ഡോറ് തുറന്നു വരുന്നത് കണ്ട അഞ്ജുവിനെ ആ കോലത്തിൽ കണ്ട് ജിത്തുവും ഒന്ന് ഞെട്ടി. അഞ്ജു ആകെ ചമ്മി പെട്ടെന്ന് ഓടി ബാത്റൂമിലേക്ക് തന്നെ കയറി ഡോറ് ക്ലോസ് ചെയ്തു. ഡോർ അടയ്ക്കുന്ന സൗണ്ട് കേട്ടാണ് ജിത്തു ഞെട്ടലിൽ നിന്നും ഉണർന്നത്. അവനാകെ കിളിപോയ അവസ്ഥയിലായിരുന്നു. അവൻ ബാത്റൂം ഡോറിന്റെ അവിടെ ചെന്നു നിന്ന് പറഞ്ഞു, അഞ്ജലി, സോറി, ഞാൻ അറിഞ്ഞില്ല. താൻ ഡ്രസ്സ് മാറിക്കോളും, ഞാൻ വാതിലടച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ജിത്തു അതും പറഞ്ഞ് പുറത്തേക്ക് പോയി. അവനെന്തോ ജാള്യത തോന്നി. റൂമിലെ ഡോറടയുന്ന സൗണ്ട് കേട്ട് അഞ്ജു ഒന്ന് തല പുറത്തേക്കിട്ട് നോക്കി. റൂമിൽ ജിത്തു ഇല്ല എന്ന് ഉറപ്പിച്ചതും അവൾ ഓടിപ്പോയ റൂമിന്റെ ഡോറ് ലോക്ക് ചെയ്തു. അഞ്ജുവിനാകെ ചമ്മലായി. അവൾ വേഗം തന്നെ ഡ്രസ്സ് മാറിയിട്ട് താഴേക്ക് പോയിരുന്നു. താഴേക്ക് ഇറങ്ങിയപ്പോൾ ജിത്തുവിനെ ഫേസ് ചെയ്യാൻ മടി പോലെ തോന്നി അഞ്ജുവിന്. അപ്പോഴേക്കും അച്ഛൻ വന്നു. ആഹാ, നിങ്ങളുടെ കറക്കൊക്കെ കഴിഞ്ഞോ? ആ അങ്കിൾ, ഞങ്ങളിപ്പോൾ വന്നതേ ഉള്ളൂ. ആഹാ, എങ്കിൽ നിങ്ങളിരിക്കെ, ഫ്രഷായി വരാം. അഞ്ജു മോളെ, ഒരു ചായ എടുക്ക്. അച്ഛൻ അതും പറഞ്ഞ് മുകളിലേക്ക് പോയി. ശരി അച്ഛാ. അത് പറഞ്ഞുകൊണ്ട് അഞ്ജു അടുക്കളയിലേക്ക് പോയി. ഹാളിലിരിക്കുന്ന ജിത്തുവിനെ നോക്കാതെയാണ് അവൾ പോയത്. ചായ കൂടി കഴിഞ്ഞപ്പോൾ തന്നെ ശ്യാമും നിഷയും പോകാനായി ഇറങ്ങി. ഇന്ന് പോണോ ശ്യാമേട്ടാ? 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് പോരെ? ഇല്ലടാ, ഇനിയും ലീവ് എടുത്താൽ ശരിയാവില്ല. പൂജ, നീ വരുന്നുണ്ടോ? ഇല്ല ചേച്ചി, ഞാൻ കുറച്ച് ദിവസം നിൽക്കാനായിട്ടാണ് വന്നത്. എങ്കിൽ ഞങ്ങൾ പോയിട്ട് വരാം, നിഷ അവളോടായി പറഞ്ഞു. ശരി മക്കളെ, പോയിട്ട് വാ. എങ്കിൽ ശരി ജിത്തു, ഞങ്ങൾ ഇറങ്ങുവാണ്, ഞാൻ വിളിക്കാം. എല്ലാവരും അവരെ യാത്ര അയച്ചു. രാത്രി ഊണ് കഴിഞ്ഞ് ജിത്തു റൂമിൽ വന്നപ്പോൾ അഞ്ജു റൂമിലുണ്ടായിരുന്നില്ല. അടുക്കളയിലെ പണി കഴിഞ്ഞിട്ടും ജിത്തുവിനെ ഫേസ് ചെയ്യാനുള്ള മടി കാരണം അഞ്ജു റൂമിലേക്ക് പോകാതെ ചുറ്റിക്കറങ്ങി നിൽക്കുകയായിരുന്നു. എന്തു പറ്റി ചേച്ചി, കിടക്കുന്നില്ലേ? ആ, റൂമിലേക്ക് പോവാ. ഗുഡ് നൈറ്റ് എത്തി. ഗുഡ് നൈറ്റ്. അത് പറഞ്ഞുകൊണ്ട് അഞ്ജു റൂമിലേക്ക് പോയി. ദേവും പൂജയും ഒരുമിച്ചാണ് കിടക്കുന്നത്. അവൻ രണ്ടുപേരും കിടക്കാൻ പോയി. അഞ്ജു റൂമിലേക്ക് വന്നപ്പോൾ ജിത്തു ഫോണിൽ കളിക്കുകയാണ്. അവൾക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ എന്തോ മടി പോലെയായിരുന്നു. അവൾ വേഗം പോയി പാവിരിച്ച് കിടന്നു. അവളുടെ വെപ്രാളം കണ്ട് ജിത്തുവിന് ചിരി വന്നു. അവൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കിടന്നു. അഞ്ജുവിൻ്റെ മനസ്സ് മുഴുവനാകെ ചമ്മലായിരുന്നു. ബീച്ചിൽ വെച്ച് വെള്ളത്തിൽ കളിച്ചപ്പോഴും ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോഴും ജിത്തു തന്നെ നോക്കിയിരിക്കുന്നത് അവൾക്ക് ഓർമ്മ വന്നു. ജിത്തുവിൻ്റെ ചിരിച്ച മുഖവും മനസ്സിൽ കണ്ടുകൊണ്ട് അവൾ ഉറക്കത്തിലേക്ക് വീണു. ജിത്തുവിൻ്റെ മനസ്സിൽ ബീച്ചിൽ പോയപ്പോൾ അഞ്ജു തന്നോട് അടുത്തിടപഴകി സംസാരിച്ചതും അവളുടെ മുഖത്തെ ആ കുസൃതിയും ചിരിയുമൊക്കെ ആയിരുന്നു. വൈകിട്ടുണ്ടായ സംഭവത്തിനു ശേഷം ചമ്മിയ മുഖത്തോടെ അവൾ കാണിക്കുന്നതൊക്കെ അവൻ ഓർത്തു. മനസ്സിൽ ചിരിയോടെ അവൻ പറഞ്ഞു, ലവ് യു അമ്മു. രാവിലെ അഞ്ജുവും പൂജയും ദേവും കൂടി ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുകയായിരുന്നു. അപ്പോഴാണ് ഗോപി അങ്ങോട്ടേക്ക് വന്നത്. മക്കളെ, ഇന്ന് വൈകിട്ട് നമുക്കൊരു കല്യാണത്തിന് പോകണം. ക്ലാസ് കഴിഞ്ഞ് കറങ്ങി നടക്കാതെ എല്ലാവരും നേരത്തെ തന്നെ വരണം കേട്ടോ. എവിടെയാ അച്ഛാ കല്യാണം? എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തിൻ്റെ മോൻ്റെ കല്യാണമാണ്. എല്ലാവരെയും കൂട്ടി വേണം ചെല്ലാനെന്ന് അവൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവന് അധികം ബന്ധുക്കളൊന്നും തന്നെയില്ല. അതിനെന്താ അച്ഛാ, നമുക്കെല്ലാവർക്കും കൂടി പോകാം. ജിത്തുവിനോടൊന്ന് പറഞ്ഞേക്ക് അഞ്ജു മോളെ, ഞാൻ ഇറങ്ങുവാ, എനിക്ക് സമയമായി. അത് ഞാൻ പറഞ്ഞോളാം അച്ഛാ. അച്ഛൻ എന്താ ഇത്ര നേരത്തെ പോകുന്നത്? ബ്രേക്ക്ഫാസ്റ്റ് ആവുന്നതേ ഉള്ളൂ. ഉച്ചത്തേക്ക് ചോറും എടുത്തില്ലല്ലോ. എനിക്ക് അത്യാവശ്യമായി 2 പേരെ കാണണമെന്നുണ്ട് മോളെ. ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം. പിന്നെ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഇറങ്ങും. ഞാൻ വന്നിട്ട് കഴിച്ചോളാം ഉച്ചയ്ക്ക്. ശരി അച്ഛാ. ഗോപി അവരോട് യാത്ര പറഞ്ഞിറങ്ങി. അടുക്കളയിലെ പണികളൊക്കെ തീർത്ത് അവർ 3 പേരും റെഡിയാകാനായി പോയി. അഞ്ജു റൂമിൽ ചെന്നപ്പോൾ ജിത്തു പോകാനായി റെഡിയാവുകയാണ്. അതെ, അച്ഛൻ പറഞ്ഞു വൈകുന്നേരം എല്ലാവരും നേരത്തെ വരണമെന്ന്. അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മോൻ്റെ കല്യാണത്തിന് പോകാനുണ്ട്. ആ, അച്ഛൻ കഴിഞ്ഞ ആഴ്ച എന്നോട് പറഞ്ഞിരുന്നു, ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ നേരത്തെ എത്തിക്കോളാം.
ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ട്, കഴിക്കുന്നില്ലേ? അഞ്ജു ജിത്തുവിനോടായി ചോദിച്ചു. എനിക്ക് 2 ഫോൺ കോൾ ചെയ്യാനുണ്ട്, ഞാൻ വന്നോളാം. ജിത്തു അത് പറഞ്ഞ് ബാൽക്കണിയിലേക്ക് പോയി. അഞ്ജു വേഗം തന്നെ ഫ്രഷായി റെഡിയാവാനായി തുടങ്ങി. എല്ലാവരും റെഡിയായി ഡൈനിങ് ഹാളിൽ വന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് തന്നെ ഭക്ഷണം കഴിച്ചു. എല്ലാവർക്കും ഉച്ചയ്ക്ക് കഴിക്കാനുള്ള അത് അഞ്ജു പാത്രത്തിലാക്കി കൊടുത്തു. അഞ്ജുവിനെയും ദേവുവിനെയും പൂജയെയും ജിത്തു ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവർ ജിത്തുവിൻ്റെ കൂടെ കാറിലാണ് പോയത്. അവരെല്ലാവരെയും ഡ്രോപ്പ് ചെയ്തിട്ട് ജിത്തു നേരെ ഓഫീസിലേക്ക് പോയി. അഞ്ജു കോളേജിൽ ചെന്നപ്പോൾ തന്നെ അനു അവളെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. നീ എന്താ ലേറ്റായത്? പൂജയും ദേവും ഉള്ളത് കൊണ്ട് സമയം പോകുന്നത് അറിയുന്നില്ല. വർത്താനം പറഞ്ഞ് സമയം വൈകിപ്പോയി. വേഗം വാ, ക്ലാസ് തുടങ്ങാറായി, അനു അഞ്ജുവിനോടായി പറഞ്ഞു. അവർ 2 പേരും കൂടി ക്ലാസ്സിലേക്ക് പോയി. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഗ്രൗണ്ടിൽ ഇരിക്കുകയായിരുന്നു അഞ്ജുവും അനുവും. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലേ നീ എന്നെ ഇവിടെ പിടിച്ചിരുത്തിയത്? ഇപ്പൊ ഒന്നും പറയാനില്ലേ നിനക്ക്? അഞ്ജു അനുവിനോടായി ചോദിച്ചു. പറയാം, ഒരാൾ കൂടി വരാനുണ്ട്, എന്നിട്ട് പറയാം. ഓ, അപ്പോൾ 2 പേരും കൂടിയുള്ള കളിയാണല്ലേ? അപ്പോഴേക്കും രാഹുലും അവരുടെ അടുത്തേക്ക് വന്നു. എവിടെയാണ് ആങ്ങളെ? കാണാറില്ലല്ലോ. ഞാൻ ഇവിടെയൊക്കെ തന്നെയുണ്ട്. കല്യാണം കഴിഞ്ഞപ്പോൾ നിനക്കല്ലേ തിരക്കൊക്കെ? അതിന് അഞ്ജു ഒന്നും പറഞ്ഞില്ല. എന്തൊക്കെയുണ്ട് പുതിയ വീട്ടിലെ വിശേഷങ്ങൾ? നന്നായി പോകുന്നു ഏട്ടാ, എല്ലാവർക്കും നല്ല സ്നേഹമാണ്, അഞ്ജു പറഞ്ഞു. പിന്നെ ഹസ്ബൻഡ് എങ്ങനെയുണ്ട്? അനു പറഞ്ഞു നിങ്ങൾ തമ്മിൽ നേരത്തെ വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന്. ആദ്യമൊക്കെ ചെറുതായിട്ട് അല്ലറ ചില്ലറ വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കുഴപ്പമില്ല, ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. നല്ല കാര്യമില്ലേ അത്? നന്നായി തന്നെ മുന്നോട്ട് പോകട്ടെ, രാഹുൽ അഞ്ജുവിനോടായി പറഞ്ഞു. ശരിയാ ഏട്ടാ. അല്ല, ഇവൾ എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് വന്നത്. കാര്യം ചോദിച്ചപ്പോൾ ഏട്ടൻ കൂടി വരാനുണ്ടെന്ന് പറഞ്ഞു, എന്നിട്ടൊന്നും പറയുന്നില്ലല്ലോ. അത് പിന്നെ അഞ്ജു, ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു, അത് നിന്നോട് പറയാനായിട്ടായിരുന്നു. എന്തിനാ മോനെ ഏട്ടാ ഈ മുഖവര? കാര്യം പറ, അഞ്ജു കളിയോടെ രാഹുലിനോടായി പറഞ്ഞു. രാഹുലേട്ടന് ഒരു ജോലി ശരിയായിട്ടുണ്ട്. കോഴ്സ് തീരാൻ ഈ 2-3 മാസമല്ലേ ഉള്ളൂ. അപ്പോൾ ആ ജോലിക്ക് കയറാൻ പോകുക. എക്സാം എഴുതാൻ മാത്രം വന്നാൽ മതിയല്ലോ. അത് നല്ല കാര്യമല്ലേ? കൺഗ്രാറ്റ്സ് ഏട്ടാ. അത് മാത്രമല്ലടി, വേറെ കാര്യം കൂടിയുണ്ട്, അനു പറഞ്ഞു. അനുവും രാഹുലും പരസ്പരം നോക്കി. എന്താ രണ്ടിനൊരു കള്ളത്തരം പോലെ? കാര്യം പറ. അത് പിന്നെ അഞ്ജു, എൻ്റെ വീട്ടിലൊരു പ്രോബ്ലം ഉണ്ട്. അമ്മ എൻ്റെ ജാതകം നോക്കിച്ചു പോലും, എത്രയും വേഗം തന്നെ വിവാഹം നടക്കണമെന്ന്. അല്ലെങ്കിൽ പിന്നെ 35 വയസ്സ് കഴിയുമെന്നൊക്കെ പറയുന്നത്. ഞാൻ പറഞ്ഞു ജോലിയൊക്കെ കിട്ടി കുറച്ച് കഴിയട്ടെ എന്ന്. ആര് കേൾക്കാൻ? അതുകൊണ്ട് വീട്ടിൽ വന്ന് ചോദിക്കട്ടെ എന്ന് രാഹുലേട്ടൻ പറയുന്നേ. അത് നല്ല കാര്യമല്ലേ, ജോലിക്ക് കയറാൻ പോവുകയല്ലേ. എന്തായാലും ആലോചിച്ച് പിടിച്ചു വരുമ്പോൾ 2-3 മാസമൊക്കെ പിടിക്കും. അപ്പോഴേക്കും ഏട്ടൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആവും, നമ്മുടെ കോഴ്സും കംപ്ലീറ്റ് ആവും, അഞ്ജു താല്പര്യത്തോടെ പറഞ്ഞു. അതില്ലടി, എനിക്കെന്തോ ആകെ ടെൻഷൻ ആവുന്നു. അച്ഛനും അമ്മയും എന്തു പറയുമോ ആവോ? അങ്കിളുടെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്തായാലും നല്ല അടിപൊളി ഒരു മരുമോനല്ലേ കിട്ടാൻ പോകുന്നേ. മോളെ അഞ്ജു, ഊതല്ലേ, രാഹുൽ അഞ്ജുവിനോടായി പറഞ്ഞു. ഞാൻ പറയുകയാണെങ്കിൽ വീട്ടുകാരോട് വന്ന് ആലോചിക്കാൻ പറ, അപ്പൊ കാര്യങ്ങൾ എളുപ്പമാകും. നീ എന്താ പറയുന്നത്? അറേഞ്ച്ഡ് മാരേജ് പോലെയോ? അത് വേണ്ട, പിന്നീട് ഒരിക്കൽ നിങ്ങൾ ഇഷ്ടത്തിലായിരുന്നു എന്ന് പറഞ്ഞാൽ അവർക്കത് വിഷമമാകും. അവരോട് കള്ളത്തരം കാണിച്ചതുപോലെ തോന്നും. പിന്നെ നീ എന്താ ഉദ്ദേശിക്കുന്നത്? കോളേജിൽ വെച്ച് ഇവളെ കണ്ട് ഇഷ്ടപ്പെട്ടു. ഇവളോട് ചോദിച്ചപ്പോൾ ഇഷ്ടക്കുറവും ഇല്ല. വീട്ടിൽ വന്ന് സംസാരിക്കാൻ പറഞ്ഞു എന്ന് പറ. ഇപ്പോൾ വീട്ടിൽ ഏട്ടന് കല്യാണം നോക്കുവാണെന്ന് പറ. സിമ്പിൾ, അഞ്ജു അവരോട് 2 പേരോടായി പറഞ്ഞു. ഭയങ്കരി, നിനക്ക് ഇത്രയും തല ഉണ്ടായിരുന്നോ? ഇതൊക്കെ എന്ത്? എന്നെ ചെറിയ ചെറിയ ഐഡിയകൾ, വലുതിനി വരാൻ കിടക്കുന്നതല്ലേ ഉള്ളൂ. ഇത് തന്നെ ധാരാളം. നീ വലുതൊന്നും പറയല്ലേ, ഞങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല. അഞ്ജു ദേഷ്യത്തോടെ അവർ 2 പേരെയും നോക്കി. എങ്കിൽ ഇങ്ങനെ ചെയ്യാം അല്ലേ? ഞാൻ വീട്ടിൽ സംസാരിച്ചിട്ട് വൈകിട്ട് 2 പേരെയും വിളിക്കാം. എങ്കിലൊക്കെ ബെല്ലടിക്കാറായി, ഞങ്ങൾ ക്ലാസ്സിലേക്ക് പൊക്കോട്ടെ. എങ്കിൽ ശരി, മക്കളെ വിട്ടോ, രാഹുൽ അവരോട് 2 പേരോടും പറഞ്ഞു. വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും നേരത്തെ തന്നെ വീട്ടിലെത്തി. എല്ലാവരും ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുകയായിരുന്നു. ഇന്ന് കല്യാണത്തലേന്നാണോ അച്ഛാ? അല്ല മോളെ, കെട്ടുകഴിഞ്ഞു, ഇന്ന് രാവിലെ. വൈകിട്ട് റിസപ്ഷനാണ്. അതെന്താ അമ്മാവാ, കല്യാണത്തിനപ്പോൾ നമ്മൾ പോവാഞ്ഞേ? കല്യാണം ഇന്ന് രാവിലെ ആയിരുന്നു. പെൺകുട്ടിയുടെ വീട് കുറച്ച് ദൂരെയാ. ഇവിടെ നിന്ന് കുറച്ച് ആളുകൾ മാത്രമേ കെട്ടിക്കാൻ പോകുകയുള്ളൂ. വൈകുന്നേരം ഇവിടെ വെച്ചാണ് എല്ലാ പരിപാടിയും. എപ്പോഴാ അച്ഛാ പോവേണ്ടേ?
നമുക്കൊരു 7 മണിക്കൊക്കെ വാങ്ങുമ്പോഴേക്കും പോകാം. എല്ലാവരും വേഗം ചായ കുടിച്ചിട്ട് റെഡിയാക്. എല്ലാവരും ചായ കുടിച്ചിട്ട് വേഗം റെഡിയാകാനായി പോയി. ദീപുവിൻ്റെ കോൾ വന്നപ്പോൾ ജിത്തു സംസാരിക്കാനായിട്ട് ബാൽക്കണിയിലേക്കും പോയി. കോൾ ചെയ്ത് കഴിഞ്ഞു വരുമ്പോൾ അഞ്ചു മുടി കെട്ടുകയായിരുന്നു. ഒരു മെറൂൺ കളർ സാരിയാണ് അവൾ ഉടുത്തിരിക്കുന്നത്. അതിൽ ഓഫ് വൈറ്റ് കളർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആ വേഷത്തിൽ അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു നിമിഷം അവൻ അവളെ തന്നെ നോക്കി നിന്നുപോയി. അപ്പോഴാണ് അഞ്ജു അവനെ കണ്ടത്. ദേ, ഈ ബെഡിൽ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രസ്സ് മതിയോ എന്ന് നോക്കിക്കേ. ജിത്ത് നോക്കിയപ്പോൾ അവളുടെ സാരിക്ക് മാച്ചിങ് ആയ ഷർട്ടും പാൻറ്റുമായിരുന്നു. മെറൂൺ കളർ ഷർട്ടും ഓഫ് വൈറ്റ് ജീൻസുമായിരുന്നു അഞ്ജു അവൻക്കായി എടുത്തു വെച്ചിരിക്കുന്നത്. രണ്ടുപേരും വേഗം തന്നെ റെഡിയായി താഴേക്ക് ചെന്നു. പൂജയും ദേവും ഒരു റെഡ് കളർ അനാർക്കലി ആയിരുന്നു. എല്ലാവരും കൂടി കാറിലാണ് പോയത്. കല്യാണ വീട്ടിൽ ചെന്നപ്പോൾ തന്നെ ഗോപിയുടെ സുഹൃത്ത് വന്ന് അവരെ അകത്തേക്ക് ക്ഷണിച്ചു. ജിത്തുവും മഞ്ജുവും കല്യാണ പെണ്ണിനും ചെക്കനും ഗിഫ്റ്റ് കൊടുത്തു. എല്ലാവർക്കും ഗോപി അഞ്ജുവിനെ പരിചയപ്പെടുത്തി കൊടുത്തു. ജിത്തുവിൻ്റെ കല്യാണ റിസപ്ഷൻ എത്താൻ പറ്റാത്ത ചില കോളേജ് ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ജിത്തു അവർക്കും അഞ്ജുവിനെ പരിചയപ്പെടുത്തി കൊടുത്തു. എല്ലാവരുടെയും മുൻപിലും ഇതാണ് തൻ്റെ ഭാര്യ എന്ന് ജിത്തു പറയുമ്പോൾ അഞ്ജുവിൻ്റെ മനസ്സിൽ വല്ലാത്ത സന്തോഷമായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ പൂജയും ദേവും വന്ന് അഞ്ജുവിനെ വിളിച്ചുകൊണ്ട് പോയി. ജിത്തു ഫ്രണ്ട്സിൻ്റെ കൂടെ നിന്ന് സംസാരിക്കുകയായിരുന്നു. ഫുഡ് കഴിക്കാനായി ദേവുവിനെയും അഞ്ജുവിനെയും പൂജയെയും നോക്കുകയാണ് ജിത്തു. അപ്പോഴാണ് കുറേ കുട്ടികളുടെ കൂടെ അവൾ നിൽക്കുന്നത് കണ്ടത്. കൂടെ പൂജയും ദേവും ഉണ്ട്. കുട്ടികളോട് കളിച്ചു ചിരിച്ചു വർത്താനം പറയുന്ന അവളെ തന്നെ നോക്കി നിന്നു ജിത്തു. അപ്പോഴാണ് ഗോപി അങ്ങോട്ടേക്ക് വന്നത്. നീ കഴിക്കുന്നില്ലേ? ആ അച്ഛാ, ഞാൻ ദേ അവരെ വിളിക്കാനായി പോവുകയാണെന്ന്. നീ അവരെ വിളിച്ചോണ്ട് വാ, സമയം ഒരുപാടായില്ലേ, നമുക്ക് കഴിക്കാം. ജിത്തു അവരെ വിളിച്ചുകൊണ്ട് വന്ന് എല്ലാവരുടെയും കൂടെ ഫുഡ് കഴിച്ചു. ഗസ്റ്റൊക്കെ പോയി കഴിഞ്ഞിട്ടും കുറച്ചു നേരം അവരുടെ വീട്ടിലിരുന്നിട്ടാണ് ഗോപിയും ജിത്തുവും ഒക്കെ വീട്ടിലേക്ക് പോകുന്നത്. യാത്രയിലുടനീളം ജിത്തുവിൻ്റെ കണ്ണുകൾ അഞ്ജുവിലായിരുന്നു. പൂജ അഞ്ജുവിനെ തോളിൽ ചാരി കിടന്നുറങ്ങുന്നു. പിന്നെ ദേവുവിനെ അവൾ മടിയിലേക്ക് കിടത്തിയിട്ടുണ്ട്. രണ്ടുപേരെയും ശ്രദ്ധയോടെ നോക്കുന്ന അവളെ കണ്ടപ്പോൾ തന്നെ അവൻ്റെ മനസ്സ് നിറഞ്ഞു. ഒരുപാട് സന്തോഷം തോന്നി. അധിക നാളും ഈ ടോം ആൻഡ് ജെറി കളിക്കാതെ അവളോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ അവൻ ആഗ്രഹിച്ചു. അധികം വൈകാതെ നീ അറിയും ഞാൻ നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന്. എൻ്റെ മനസ്സിൽ ആദ്യമായി തോന്നിയ പ്രണയത്തെ ഞാൻ തുറന്നു കാട്ടാൻ പോവുകയാണ്, എത്രയും പെട്ടെന്ന് തന്നെ.